ഹായ് ഹലോ, ബ്രെഡ് കൊണ്ടൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പരിചയപ്പെടാം. ഞാനിവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 കപ്പ് പാല്, ആവശ്യത്തിന് ഷുഗർ, 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, അതുപോലെ അല്പം നട്ട്സും കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ശേഷം ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് കട്ട് ചെയ്ത് നമ്മുടെ ബ്രെഡിനെ ഓരോന്നായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ അല്പം ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഡീപ്പായിട്ടും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഓരോ പീസും ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒരു ഭാഗം ഫ്രൈ ചെയ്തതിന് ശേഷം മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും മാറ്റി കൊടുക്കാം. പിന്നെ നമ്മുടെ ബ്രെഡ് ഫ്രൈ ചെയ്യുമ്പോൾ ഡാർക്ക് ബ്രൗൺ ആവാതെ നോക്കണേ. ഒരു ഗോൾഡൻ ബ്രൗൺ തന്നെ അതിൽ നിന്ന് മാറ്റാൻ ശ്രദ്ധിക്കുക. ശേഷം ഒരു പാനിലേക്ക് 1.5 കപ്പ് പാല് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായ ഒരു 1/4 കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നേരത്തെ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് അല്പം പാല് ചേർത്ത് കൊടുത്ത് നല്ലപോലെ കട്ട കുത്താതെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഈ ഒരു മിക്സിനെ അല്പമായിട്ട് വേണം നമ്മുടെ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ഒരുമിച്ച് ഒഴിച്ച് കൊടുത്താൽ ഇതെല്ലാം തിക്കായി പോവും. അപ്പോൾ അല്പം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ പാലിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് മിൽക്കിനെ മാറ്റി വെക്കാം. ശേഷം ഒരു ബൗളിലേക്ക് ഫ്രൈ ചെയ്ത ബ്രെഡുകൾ ഓരോന്നായി വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം ഞാനിവിടെ കുറച്ച് നട്ട്സ് കയ്യിലുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കട്ട് ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയറായിട്ട് നമുക്ക് ബാക്കി വന്ന ബ്രെഡ് കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ആ ഒരു കസ്റ്റർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും ഈ ലെയറിലേക്ക് അല്പം നട്ട്സും കട്ട് ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിനെ തണുപ്പിച്ചതിന് ശേഷം എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.